എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കേരളക്കരയെ ഏറ്റവും നല്ല ബ്രീഡായി, ചെറിയൊരു ബ്രീഡായി നമുക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ DVSP ജോർജ് സാറ് അവതരിപ്പിച്ച വോഡാഫോണിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പരിചിതനായ പഗ്ഗിനെ കുറിച്ചാണ്. പഗ്ഗിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം അത് വളരെ ക്യൂട്ടാണ്. നമ്മുടെ വീടുകളിലേക്ക് ഏറ്റവും അനുയോജ്യമായതും നമുക്ക് ഓമനിച്ച് വളർത്താൻ പറ്റാവുന്നതുമായ ഒരു ബ്രീഡാണ് പഗ്ഗ്. പഗ്ഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു കുട്ടിയെ മേടിച്ച് ഒരു 45 ദിവസം കഴിയുമ്പോൾ കുട്ടിയെ നമുക്ക് മേടിക്കാം. അതിന് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അതായത് ആ കുട്ടിയുടെ മേത്ത് അതിന്റെ വിസർജ്യങ്ങളൊന്നും ആവാൻ പാടില്ല. അതായത് അതിന്റെ മൂത്രമൊക്കെ അതിന് മേത്തായി കഴിഞ്ഞാൽ, അതിന്റെ ദേഹത്തായി കഴിഞ്ഞാൽ രോമങ്ങൾ കൊഴിയും. അതിന് സ്കിൻ ഇൻഫെക്ഷൻ വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. പഗ്ഗിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ടത് ഇൻഫെക്ഷൻ വരുന്നതിനാണ്. അതായത് കൂടുതലും രോമങ്ങൾ വട്ടം പോലെ പോവുക, അങ്ങനെ പോണത് കൂടുതലും അവർക്ക് അവരുടെ കിടക്കുന്ന സ്ഥലത്തെ മൂത്രം അവരെ മേത്താവുമ്പോൾ അവിടുത്തെ രോമങ്ങൾ പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോപ്പിന്റെ പലതരം സോപ്പുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിലമടിച്ച് കഴുകുന്നതൊക്കെ അതൊന്നും അവർക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടാവില്ല. അതായത് അവർക്ക് ഇൻഫെക്ഷൻ കൂടുതൽ വരാനുള്ള ചാൻസ് ആണ്. നമ്മളിപ്പോൾ 45 ദിവസം കഴിഞ്ഞ് ഇവരെ എടുത്ത് വെച്ചെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇഞ്ചക്ഷൻ അടിക്കേണ്ടതുണ്ട്. അവർ സ്റ്റാർട്ടർ ഇഞ്ചക്ഷൻ ഉണ്ട്, പിന്നെ വിഷബാധയുടെ ഇഞ്ചക്ഷൻ ഉണ്ട്. അതൊക്കെ കൊല്ലം കൂടുന്നതോറും എടുക്കണം. 3 മാസം അവർക്ക് വേണ്ട ഇഞ്ചക്ഷൻസ് കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ ഇവരെ കൂടുതലും നമ്മൾ വീടിന്റെ അകത്താണ് എല്ലാവരും വീടിന് കണ്ടിട്ടുള്ളത്. പക്ഷെ വീടിന്റെ അകത്ത് ഇടുന്നത് അത്ര നല്ലതൊന്നുമല്ല. ഇവരെ രോമം ഈ പഞ്ഞി പോലെയാണ്, കാറ്റത്ത് പറന്ന് നടക്കുന്നതാണ്. അപ്പൊ നമ്മുടെ പല സെറ്റുകളിലും ബെഡുകളിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പാത്രത്തിൽ വരെ ആ രോമങ്ങൾ വന്നിരിക്കാം. അതുകൊണ്ട് പുറത്ത് ഒരു കൂട് വെച്ച് വെള്ളമൊന്നും കയറാത്ത പോലെ അത്രയും സെറ്റാക്കിയിട്ട് കൂട് വയ്ക്കുകയാണ് നല്ലത്. വീടിന്റെ അകത്ത് വളർത്തി ആ രോമൊക്കെ വലിച്ചെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വളർത്താം. പിന്നെ നമുക്ക് ആദ്യത്തെ 3 മാസം ഇവർക്ക് പെഡിഗ്രി, അതുപോലെ തന്നെ ട്രൂൾസ്, പിന്നെ വില കൂടിയ ഭക്ഷണങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ മേടിച്ച് കൊടുക്കാം. പിന്നെ പശുമ്പാല് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. 3 മാസം കഴിഞ്ഞാൽ ഇവരുടെ ഭക്ഷണക്രമം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എന്തും അവരെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അവർ കഴിക്കും. അവർക്ക് ആവശ്യം ഒരു ദിവസം ഒരു കോഴിമുട്ടയുടെ ആവശ്യമുള്ളൂ. ആ കോഴിമുട്ടയിൽ തന്നെ അത്യാവശ്യം വിറ്റമിൻസും കാര്യങ്ങളും അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പലതരം വില കൂടിയ അതൊന്നും അവർക്ക് മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ കോഴിമുട്ടയെ അവർക്ക് ഒരു ദിവസം വേണ്ടു. നമ്മൾ ഒരു 2 നേരം ഭക്ഷണം കൊടുക്കും, 3 നേരം ഒന്നും ഭക്ഷണം കൊടുക്കരുത്. അത് ഭയങ്കരമായിട്ട് കഴിക്കും. നമ്മൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തോരം വെച്ചു കൊടുക്കണം അത്രയും കഴിക്കും. അത് അത്രയും തടി വയ്ക്കും. പക്ഷെ അതിന്റെ കിതപ്പ് അതിനൊക്കെ താങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് അവരെ മരണം സംഭവിക്കും. അവരെ കൂടി 2 കൊല്ലം 3 കൊല്ലം ജീവിക്കുള്ളൂ. അപ്പൊ അധികം ഭക്ഷണം കൊടുക്കാതെ കുറച്ച് ഭക്ഷണം കൊടുത്ത് അവരെ ശീലിപ്പിക്കുക. ഇനി നമ്മൾ പഗ്ഗിനെ എടുക്കുമ്പോൾ ഫീമെയിലാണ് എല്ലാവർക്കും താല്പര്യം വരാൻ കാരണം നമുക്ക് അതിന് കുട്ടികളുണ്ടാവാം. കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ വിറ്റാൻ നല്ലപോലെ പൈസ കിട്ടും. ഒരു കൊല്ലം മുന്നേക്കെ 15ഉം 17ഉം KCS സർട്ടിഫിക്കറ്റിൽ 25ഉം 30ഉം വരെയൊക്കെ കിട്ടിയിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രയ്ക്കൊന്നുമില്ല. ഇപ്പൊ കുറച്ച് പഗ്ഗിന്റെ എല്ലാ നായ്ക്കളുടെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും മേടിച്ച് കൊണ്ടുപോകുന്ന ഇൻട്രസ്റ്റ് ഇപ്പൊ നോക്കാൻ ആളില്ലാത്ത കാരണം കുറഞ്ഞിട്ടുണ്ട്. വഴിയരികിൽ തള്ളുന്ന ഒരു ശീലം എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ മേടിച്ചു കഴിഞ്ഞാൽ നോക്കാൻ പറ്റുന്നവർ മാത്രം മേടിക്കുക. അതാണ് ഫീമെയിലിനെ കുറിച്ച് എനിക്ക് പൊതുവായിട്ടുള്ള നാട്ടുകാരോട് പറയാനുള്ള കാര്യം. നോക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ മേടിക്കുക. പിന്നെ ഇവർക്ക് പഗ്ഗിന്റെ ഫീമെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു 1.5 വയസ്സ് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലീഡിങ് വരും. നമ്മൾ ആ ഫസ്റ്റ് ബ്ലീഡിങ്ങിൽ തന്നെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുത്. അവരത്രയും ചെറുപ്പമായിരിക്കും. നമ്മൾ സെക്കൻഡ് ബ്ലീഡിങ് മാത്രം എടുക്കുക. അതായത് 3 മാസം 4 മാസം കഴിഞ്ഞ് അടുത്ത ബ്ലീഡിങ് വരും. അപ്പോൾ അതിൽ മാത്രം നമ്മൾ ബ്രീഡ് ചെയ്യിക്കാൻ കൊണ്ടുപോകാം. നല്ല മെയിലിനെ നോക്കിയിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യിക്കാൻ തയ്യാറാവുക. അത് കഴിഞ്ഞാൽ ഒരു 2 മാസം, ഒരു 40 ദിവസം കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകാം. നമ്മൾ ബ്രീഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടോ, അത് കുട്ടികളായിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ സ്കാൻ ചെയ്യിപ്പിക്കുക. ആകെ 450-500 രൂപയുടെ ചെലവ് വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു 40 ദിവസം കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര കുട്ടികളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് വേണ്ട വിറ്റമിൻസും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് ചെയ്ത് തരും. അതൊക്കെ നല്ലപോലെ കൊടുക്കുക. കറക്റ്റ് ഒരു 55-ന്റെയും 60-ന്റെയും ദിവസത്തിന്റെ ഇടയിൽ ഫീമെയിൽ പ്രസവിക്കുന്നതായിരിക്കും. നമ്മൾ പ്രസവിക്കുന്നത് മിക്കതും നമുക്ക് പണി തരാറെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് പകലൊന്നും പരമാവധി പ്രസവിക്കാറില്ല. വൈകുന്നേരമാണ്. ഭയങ്കര കിതപ്പ് തോന്നിക്കും. അതിന് ഇരിക്കാനൊരു സ്ഥലത്ത് തോന്നില്ല. അതിങ്ങനെ വലം വെച്ച് നടക്കും. നമ്മളെ ഭയങ്കര പരവേശമായിരിക്കും. നമ്മളതിന് ശ്രദ്ധിക്കണം. അപ്പൊ ഒരു കാർഡ്ബോർഡിന്റെ വലിയ ബോക്സ് എടുത്തിട്ട്, അത്ര വലുതൊന്നും വേണ്ട, ഒരു 3 അടി സ്ക്വയറുള്ള ബോക്സ് എടുക്കുക. അതിൽ വെച്ചു കൊടുക്കുക. കുറച്ച് പേപ്പറുകളും തുണികളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് പരമാവധി പ്രസ് ചെയ്ത് തുടങ്ങും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെ പ്രസ് ചെയ്യാം. പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
അങ്ങനെ ഫസ്റ്റത്തെ കുട്ടി വന്നാൽ പിന്നെ ഇങ്ങനെ ആയിക്കോളും. നമുക്ക് സ്കാനിങ്ങിൽ അറിയാം എത്ര കുട്ടികളുണ്ടെന്ന്. ആ കുട്ടികൾ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ വയറിനകത്തിരുന്ന് തല പുറത്തേക്ക് മാത്രം വന്നിട്ട് തല തിരിഞ്ഞിട്ടൊക്കെ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് പോകുക. എന്നുവെച്ചാൽ അടുത്ത കുട്ടിക്ക് വരാനുള്ള തടസ്സം വരും, പിന്നെ എല്ലാ കുട്ടികളും മരിക്കും. അത് നമ്മുടെ പഗിനെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. പഗ് ഫീമെയിൽസിനെ ബ്ലീഡിങ് കണ്ടിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ക്രോസ് ചെയ്യുക എന്ന് എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും. ഈ ബ്ലീഡിങ് ഒരു 13 ദിവസം 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രമമാണ്. നമ്മൾ ബ്ലീഡിങ് കണ്ട് ഒരു 8ന്റെയും ഒരു 11ന്റെയും ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ പഗിനെ ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നല്ല മെയിൽ നോക്കി ക്രോസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പഗുകളെ നന്നായി നോക്കുക. പരമാവധി നോക്കാൻ പറ്റില്ല വഴിയരികിൽ തള്ളാതെ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. പലതരം ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്. നമ്മൾ വഴിയരികിൽ കൊണ്ട് തള്ളേണ്ട ആവശ്യമില്ല. ഈ സ്കിന്നിൻ്റെ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കൂടി 2000 രൂപ ചിലവാകും. അതിനുവേണ്ടി ഒരു ജീവനെ നമ്മൾ ഒരിക്കലും വഴിയിൽ ഉപേക്ഷിച്ച് വണ്ടിയൊക്കെ ഇടിച്ച് മരിക്കാനുള്ള ഒരവസ്ഥ നമ്മളായിട്ട് കാണാനുള്ള ഒരു അവസരം വരുത്തരുത്. എല്ലാവരും അതിന് നല്ലപോലെ നോക്കുക. പഗ് നമുക്ക് ഏറ്റവും വീടുകളിലേക്ക് നല്ലൊരു ഇതാണ്. അത്യാവശ്യം കുറയ്ക്കുകയും ചെയ്യും. നല്ലപോലെ ഇണങ്ങി നിൽക്കുന്ന ഒരു ബ്രീഡ് കൂടിയാണ് പഗ്. എല്ലാവരും അതിനെ നല്ലപോലെ നോക്കുക. അപ്പോൾ ഇത്രയുള്ള പഗിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും